ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരൊക്കെ സുഖമായി ഇരിക്കുകയല്ലേ? ഞാനും ഇവിടെ സുഖമായി ഇരിക്കുന്നു. കുറച്ച് തിരക്കായിപ്പോയി. നമ്മുടെ ക്രിസ്മസിൻ്റെ തിരക്കും അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ തിരക്കും പിന്നെ കുറച്ച് ഏലത്തിൻ്റെ പണികളും അങ്ങനെയൊക്കെ വന്നപ്പം ഏറെയും തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ കാണാഞ്ഞത്. സമയം കിട്ടുന്നതൊക്കെ അനുസരിച്ച് വീഡിയോ എടുത്തു വെച്ചിരുന്നു. എഡിറ്റിങ്ങിനാണ് താമസം വന്നത്. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ അടുത്ത ദിവസങ്ങളിലായി ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 14 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച കൂട്ടുകാർ കുറച്ച് പേര് ഒത്തുകൂടി ചേർന്നതാണ്. അപ്പോൾ കൂടെ പഠിച്ച എല്ലാവരും തന്നെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ 24 പേരടങ്ങുന്ന ഒരു ബാച്ചായിരുന്നു. പാറ MES കോളേജിൽ 2007 2010 BSc കെമിസ്ട്രി ബാച്ചാണ് ഞങ്ങൾ. 24 പേരടങ്ങുന്ന ഈ ബാച്ചിൽ 4 ബോയ്സും ബാക്കി 20 ഗേൾസുമാണ് ഉണ്ടായിരുന്നത്. ഇന്നിവിടെ ഞങ്ങൾ 11 പേരാണ് കൂടിയിരിക്കുന്നത്. സാഹചര്യങ്ങൾ കൊണ്ട് ബാക്കി ആളുകൾക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് പേരൊക്കെ പുറത്തുമാണ്. എങ്കിലും എല്ലാവരുടെയും നല്ല സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തത്. ഇഴുകുംവയിൽ ഫിഷ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ടൂറിസം മേഖലയാണ് കേട്ടോ ഇത്. അടിപൊളിയാണ്. ഇവിടെ വന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത് ഈ ഫിഷ് ലാൻഡിൽ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഓഡിറ്റോറിയമാണ്. കൂട്ടുകാരൊക്കെ ഓരോരുത്തരായി എത്തുന്നതേ ഉള്ളൂ. രാവിലെ ഞങ്ങൾ ഒരു 4 പേരാണ് ആദ്യം എത്തിയത്. പുറകെ കൂട്ടുകാരൊക്കെ എത്തുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അവരൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഏകദേശം 11 മണിയാണ് സമയം പറഞ്ഞിരുന്നത്. ഒരു 11:30 കൂടിയൊക്കെയാണ് എല്ലാവരും തന്നെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇനിയും ഇവിടെ കൂട്ടുകാരെത്തിച്ചേരാനുണ്ട്. അവരെ നോക്കി ഞങ്ങളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞും സ്നേഹമൊക്കെ പങ്കിട്ടും ഇങ്ങനെ നിന്നു. ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെക്കാനില്ലായിരുന്നെന്ന് തന്നെ പറയണം. കാരണം ദിവസങ്ങളായിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മയിൽ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ടാണ് ഞങ്ങൾ ഒത്തുകൂടാൻ തന്നെ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ അവിടെ വാട്സപ്പിലൂടെ പങ്കുവെച്ചും നമ്മുടെ ഒത്തുകൂടലിൻ്റെ കാര്യങ്ങളും എല്ലാം ചർച്ചാ വിഷയങ്ങളും എല്ലാം നടന്നതാണ്. അങ്ങനെ എല്ലാവരും എത്തിയ ശേഷം നമ്മൾ ഫിഷ് ലാൻഡിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് പ്രോഗ്രാമിനായി സെറ്റ് ചെയ്തിരിക്കുന്നത് ഫിഷ് ലാൻഡിൻ്റെ മുകൾ വശമാണ്. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം. കുറച്ചങ്ങ് കയറി പോകണമെന്നേ ഉള്ളൂ. അപ്പം ഇവിടെ കൂട്ടുകാർ വന്നേക്കുന്ന മക്കളെ ആയിട്ട് വന്നേക്കുന്നവരുണ്ട്, മക്കളില്ലാതെ തന്നെ വന്നേക്കുന്നവരുണ്ട്, ഹസ്ബൻഡുമാർ കൂടെ വന്നേക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് തകർത്ത് വാരി സന്തോഷത്തോടെയാണ് ഞങ്ങൾ കയറി മുകളിലെത്തിയിരിക്കുന്നത്. ലാൻഡിൻ്റെ ഈ മുകൾ വശത്തിന് സ്പൈസ് ലാൻഡ് എന്നാണ് പറയുന്നത്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ചെറിയ ചെറിയ ടെൻറ്റുകളും ഈ ടെൻറ്റിനകത്തൊക്കെ ഇന്ന് ആളുണ്ട്. എന്നാലും ഈ ഭാഗം അടിപൊളിയാണ്. ഞങ്ങൾ മെയിനായിട്ട് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ കയറി വന്നിരുന്നത്. അപ്പോൾ ഈ കൂട്ടുകാർക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയത് ഞാനാണ് കേട്ടോ. ഈ കേക്കിൻ്റെ മാറ്ററൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരി ആതിര ബാലചന്ദ്രനായിരുന്നു. ഇന്ന് ഞങ്ങളുടെ കൂടെ ഇവിടെ ഒത്തുകൂടാൻ പറ്റിയില്ല. ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ഒരു ചെറിയ ആക്സിഡൻറ്റിനെ തുടർന്ന് അവൾക്ക് ഈ പ്രോഗ്രാമിന് ഇവിടെ വരാൻ പറ്റിയില്ല. എങ്കിലും കൂട്ടുകാർക്ക് വേണ്ടി കേക്കിൽ എഴുതാനുള്ളതും കേക്കിൽ ഏത് ഡിസൈൻ കൊടുക്കണമെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവളെയാണ് ഏൽപ്പിച്ചിരുന്നത്. അവൾ എനിക്ക് പറഞ്ഞു തന്ന രീതിയിൽ തന്നെ ഞാൻ കേക്ക് സെറ്റ് ചെയ്തെടുത്തു. സ്കോച്ച് ഫ്ലേവറിലാണ് കേക്ക് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ ആവശ്യപ്പെട്ട് കേക്ക് ചെയ്യുന്നതിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. നമ്മൾക്ക് ഈ കൂട്ടുകാർക്ക് വേണ്ടി കേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കേക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആതിര ബാലചന്ദ്രൻ്റെ ഫുൾ സപ്പോർട്ടോടു കൂടി അവൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് കേക്ക് ചെയ്തത്. എങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഒരു തോന്നൽ വരും. എന്താണേലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കേക്ക് അടിപൊളിയാണെന്നുള്ള നമുക്ക് ഫീഡ്ബാക്കൊക്കെ തന്നു. അതിനുശേഷം കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് കൂട്ടുകാരോട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എല്ലാവരും ഒന്നും മക്കളെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ മക്കളെയൊക്കെ ആയിട്ടാണ് വന്നത്. ഫിഷ് ലാൻഡിൽ ഞങ്ങൾ വേറെയും പരിപാടികൾ കൂടിയിട്ടുള്ളതിനാലാണ് മക്കളെ ഞാൻ കൊണ്ടുവരാഞ്ഞത്. ഫിഷ് ലാൻഡൊക്കെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ഫിഷ് ലാൻഡിനെ കുറിച്ചൊക്കെ അവർക്കറിയാം. കണ്ടോ കുഞ്ഞു മക്കളൊക്കെ കൊണ്ടുവന്നവർ അത്യാവശ്യം കുഞ്ഞുമക്കളൊക്കെ ഹാപ്പിയാണ്. അവർ ഊഞ്ഞാലാടുകയും ബഹളമൊക്കെയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോകളും ഫാമിലി ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. ഞങ്ങളുടെ കൂടെ അത്യാവശ്യം അടിച്ചു പൊളിച്ച ശേഷം ദാണ്ട ഒരു ഫാമിലി, അവർക്ക് ഒരു കല്യാണമൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഞങ്ങളുടെ കൂടെ വന്ന് എല്ലാത്തിനും കൂടിയ ശേഷം പോവുകയാണ്. ഇത് കഴിക്കാനായിട്ട് നിന്നില്ല. ഇപ്പം തന്നെ അവർ നല്ലതുപോലെ ലേറ്റായി. അപ്പം കല്യാണത്തിങ്കിൽ പോയി കഴിച്ചോളാമെന്നൊക്കെ പറഞ്ഞ് എന്താണേലും ഞങ്ങളുടെ ഒപ്പം വന്ന് കൂടി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൂടി ഇവിടെ ചുറ്റിക്കറങ്ങി കാണുകയും കുഞ്ഞുങ്ങളെല്ലാം കളിക്കുകയും ബഹളമൊക്കെ ആയിട്ട് നടന്നു. നല്ലൊരു പ്ലേസാണ് പിള്ളേർക്ക് കളിക്കാനും എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. ഒന്ന് നമുക്കൊരു നഷ്ടമായിട്ട് തോന്നിയില്ല. നമ്മൾ ഇവിടം തിരഞ്ഞെടുത്തതിന് ആദ്യം ഫിഷ് ലാൻഡ് വേണ്ട, നമുക്ക് കോളേജിൽ തന്നെ കൂടാമെന്നുള്ള തീരുമാനമൊക്കെ ആയിരുന്നു.
ഇവിടെ കൂട്ടുകാരെല്ലാം കൂടെ ആദ്യം ഒന്ന് ഒത്തുകൂടാം, അതുകൊണ്ട് നമുക്ക് ഫിഷ് ലാൻഡ് തിരഞ്ഞെടുത്തതാണ്. എന്താണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്പൈസ് ലാൻഡിൽ നിന്ന് ഫിഷ് ലാൻഡിലേക്ക് ഇറങ്ങി വരുന്നു. ഫിഷ് ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അടിപൊളിയാണ്. ഇതിവിടെ ലാൻഡൊക്കെ ആസ്വദിച്ചിങ്ങനെ കണ്ട് നടക്കുമ്പോഴാണ് അതുകൊണ്ട് ഇവിടെ അപൂർവമായ ഒരു കാഴ്ച കണ്ടത്. നമുക്കുള്ള ഫുഡാണ്. ഈ സിപ്പ് ലൈനിലൂടെ വേണം ഈ ഫുഡ് അപ്പറയിലേക്ക് എത്തിക്കാൻ. അപ്പം അത് കണ്ട് അവിടെ കുറച്ച് നേരം നോക്കി നിന്ന് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. ഫുഡെല്ലാം നമുക്ക് ദാണ്ടാ തൊട്ടിക്കകത്തേക്ക് ഇങ്ങനെ കയറ്റി വിടും. ചോറും വെള്ളവും കറികളും എല്ലാം. ഇനി അപ്പറെ ഇരുന്ന് കഴിക്കാനായിട്ടൊരു മെസ് ഹാള് പോലെ ഉണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്കുള്ള ഫുഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെയൊക്കെ ഇവിടെ ലൈവായിട്ട് നമുക്ക് മീൻ പിടിച്ച് പൊരിച്ച് തരുമായിരുന്നു. അപ്പം ഇപ്പം അതില്ലെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള മീനെ ചൂണ്ടയിട്ടൊക്കെ പിടിച്ചും കൊണ്ടുപോകാനൊക്കെ പറ്റുമായിരുന്നു. അതിനുള്ള പൈസ കൊടുത്ത്. അതും എന്താണെങ്കിലും നിർത്തി വെച്ചേക്കുവാന്ന് പറഞ്ഞു. എന്തോ ഒരു റീസൺ അവർ പറഞ്ഞു, ഞാനത് വിട്ടുപോയി. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നതിലും കുറേയേറെ മാറ്റങ്ങളുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം നമുക്ക് ഫിഷ് മസാജിങ് ഒക്കെ നേരത്തെ നടന്നിരുന്ന സ്ഥലത്തല്ല ഇപ്പോൾ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടവഞ്ചി പോലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പം നിലവിലില്ല. പിന്നെ കുറച്ച് പൂളുകളൊക്കെ ഉണ്ട്, സ്വിമ്മിങ് പൂള്. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളും ആളുകളുമൊക്കെ കുളിക്കാനായിട്ട് പൂളിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കയറിപ്പോയില്ല. ഊണൊക്കെ കഴിഞ്ഞാണ് പിന്നീട് അവിടെ കയറിപ്പോയത്. കണ്ടോ, ഫുഡ് ഇങ്ങനെയാണ് കേട്ടോ. ഈ സിപ്പ് ലൈനിലൂടെയാണ് അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഊണൊക്കെ അവിടെ അറേഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ചുകൂടെ ഫിഷ് ലാൻഡൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. കുട്ടികളുള്ളത് കൊണ്ട് കൂടുതലും വീഡിയോ പിടിക്കാനും അങ്ങനെയൊന്നും നിന്നില്ല. കുഞ്ഞുങ്ങളെയും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഫിഷ് ലാൻഡിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ ഇപ്പുറ സൈഡൊന്നും എടുക്കാനായിട്ട് പറ്റാതെ പോയത്. എന്താണെങ്കിലും ഇനി കഴിക്കാനുള്ള ഒരു സംവിധാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടിപ്പുറയായിട്ടാണ്. അതാണ്ട് സിപ്പ് ലൈനിലൂടെ നമുക്കുള്ള ഭക്ഷണമൊക്കെ ഇപ്പുറ സ്ഥലത്തെത്തി കേട്ടോ. അത് അവർ നമുക്കെല്ലാം അറേഞ്ച് ചെയ്ത് തന്നെയാണ് തന്നത്. പിന്നെ നമ്മൾ വിളമ്പി കഴിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വേണേൽ വിളമ്പി തരാമെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വിളമ്പി കഴിക്കുന്നത് അതാണ് നല്ലതെന്ന് പറഞ്ഞ് അവരെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. ഈ ഒരു സെറ്റപ്പാണ് നമുക്ക് കഴിക്കാനുള്ള ആ ഒരു ഹാളിൻ്റെ തൊട്ടിപ്പുറത്തിലോട്ട് വരുമ്പോഴത്തേന് ഇതാണ് കേട്ടോ വ്യൂ. അടിപൊളിയാണ് ഫിഷ് ലാൻഡ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ഓരോ പോണ്ടിലായിട്ട് ഇങ്ങനെ കെട്ടി നിർത്തി നല്ല സൂപ്പറാണ് കേട്ടോ. ഒന്ന് വന്ന് കാണേണ്ട തന്നെയാണ്. സ്ഥലം വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, എഴുകുംവയലാണ്. ഇരട്ടയാർ എഴുകുംവയൽ ഫിഷ് ലാൻഡല്ലേ സ്പൈസ് ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. അടിപൊളിയാണ് കേട്ടോ. ഈ നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് വരുന്നതിനേക്കാളും നല്ലത് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് അടിപൊളിയായിട്ട് കൂടിയിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഫുഡിനെ കുറിച്ച് പറയുവാണേലും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നത്. ഇവിടെ സ്പെഷ്യലായിട്ട് പറഞ്ഞിരുന്നത് ചിക്കൻ ഫ്രൈ ആയിരുന്നു കണ്ടോ. ഇതാണ് കേട്ടോ ഞാനെടുത്ത ഫുഡ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. സാമ്പാർ, തോരൻ, പച്ചമോര്, മീൻകറി. തോരൻ എന്നൊക്കെ പറഞ്ഞാൽ വെറൈറ്റി തോരനായിരുന്നു. കോവയ്ക്ക ഫ്രൈ ചെയ്തത്, അവിയൽ, അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ സ്പെഷ്യലായിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു. ഇതാണ്ട് കൂട്ടുകാർ അവളെടുത്ത ഫുഡിനകത്ത് ചിക്കനുണ്ട്. അങ്ങനെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അവർ എല്ലാവരും കഴിച്ചവരെല്ലാം ചിക്കൻ ഫ്രൈയും സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്നുകൂടി ഫിഷ് ലാൻഡിൻ്റെ ബാക്ക് ഭാഗം കാണാനായിട്ട് വന്നതാണ്. ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് മുമ്പ് വന്നപ്പോഴത്തേനും ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പൂളിലിറങ്ങി മോതിരമൊക്കെ നഷ്ടപ്പെട്ടത് തേടുമൊക്കെ ആയിരുന്നു കേട്ടോ. അവർക്ക് എന്താണെങ്കിലും മോതിരമൊക്കെ കിട്ടി. അപ്പം ഉച്ച സമയമായതുകൊണ്ട് തന്നെ പൂളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല രസമുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പൂളിലിറങ്ങാൻ വേണ്ടി മാത്രമായിട്ടും ഫീസ് എടുത്ത് ഇറങ്ങാറുണ്ട് കേട്ടോ ഇവിടെ വന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അവരോട് ചോദിച്ചിരുന്നില്ല. നമ്മളോടൊപ്പം കൂടാൻ പറ്റാത്ത കുറച്ച് കൂട്ടുകാരൊക്കെ നമുക്ക് വീഡിയോ കോളിൽ എത്തിയിട്ടുണ്ട്. വീഡിയോ കോളിലൂടെ എത്തി അവരവരുടെ സന്തോഷം നമ്മുടെ കൂടെ പങ്കുചേർന്നിട്ടുണ്ട്. അടുത്ത തവണ കൂടുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. അവധിക്കൊക്കെ ഇനി നാട്ടിലെത്തുമ്പോൾ കൂടാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാണ്ട ഈ ഫിഷ് ലാൻഡിലെ പ്രധാന ഒരു ഇതാണ് ഫിഷ് മസാജിങ്. 2-3 സ്ഥലങ്ങളിലായിട്ട് ഇതൊരുക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഫിഷ് മസാജിങ്ങിനൊക്കെ ശേഷം ഞങ്ങൾ പഠിച്ച കോളേജ് ഒന്ന് കാണാനായിട്ടും അവിടെ കുറച്ച് നേരം ചിലവഴിക്കാനായിട്ടും ഈ 14 വർഷങ്ങൾക്ക് ശേഷം വന്ന മാറ്റങ്ങളൊക്കെ കാണാനായിട്ടും ഞങ്ങൾ കോളേജിലേക്ക് പോയി. കോളേജ് ഫിഷ് ലാൻഡിൻ്റെയൊക്കെ കുറച്ച് അടുത്തായിട്ടാണ്. നെടുങ്കണ്ടം MES കോളേജാണ്. ഒരുപാട് മാറ്റങ്ങളാണ് കേട്ടോ ഇവിടെ ഉണ്ടായിട്ടുള്ളത്.
14 വർഷത്തിന് ശേഷം ഈ വഴി വന്നപ്പോൾ നല്ല നല്ല മാറ്റങ്ങളാണ്, ഒരുപാട് മാറ്റങ്ങളെന്ന് പറയാം. ബിൽഡിങ്ങൊക്കെ തന്നെ നല്ലതായിട്ട് പണിതിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്രത്തോളം ഒന്നും സൗകര്യങ്ങളില്ലായിരുന്നു. നല്ല പുരോഗമനമാണ് കോളേജിനുള്ളത്. അത് കണ്ടപ്പോൾ സന്തോഷം തന്നെ തോന്നി കേട്ടോ. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാൾ സ്നേഹമാണ് കൂട്ടുകാരി 14 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോഴും. വഴക്കും ബഹളവും അടിയും പിണക്കവുമായി പഠിച്ചുകൊണ്ടിരുന്ന ആ കൂട്ടുകാർ ഇന്ന് സ്നേഹത്തോടെ ആ കോളേജിലെത്തുമ്പോൾ ആ ഒരു ത്രില്ലൊന്ന് വേറെ തന്നെയായിരുന്നു. എല്ലാവരും ഓരോരോ പൊസിഷനിലാണ്. ഗവൺമെൻറ് ജോലിയുള്ളവരുണ്ട്, ബിസിനസ് ഉള്ളവരുണ്ട്, കൃഷി നടത്തുന്നവരുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവരും സെറ്റിൽഡാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് മുറി കാണുവാനുള്ള തിടുക്കമായിരുന്നു. ഈ ബിൽഡിങ്ങിലെ ലാസ്റ്റ് ക്ലാസ്സിലാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. ക്ലാസ് എല്ലാം അടച്ചേക്കുവാണ്, ക്രിസ്മസ് അവധി ആയതുകൊണ്ട് തന്നെ. ഓഫീസ് വർക്ക് ചെയ്യുന്നതിനാൽ നമുക്ക് കോമ്പൗണ്ട് തുറന്ന് കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അകത്ത് കയറി കോളേജൊക്കെ കുറേ നേരം കണ്ടു. അതുപോലെ തന്നെ കുറേ നേരം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പഠിച്ച 3-ാം വർഷം പഠിച്ച ക്ലാസ്സിനോടായിരുന്നു ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. ആ ക്ലാസ് ഞങ്ങളൊന്ന് കാണുവാനായിട്ട് ജനലിൻ്റെ അകത്തൂടെ പോയി കുറച്ച് നേരം നോക്കി നിന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.